ഇന്ന് സത്യം പറഞ്ഞാല് വളരെ നല്ലൊരു ദിവസമായിരുന്നു. കാരണം ആക്സസ് ബാസ് അല്ലെങ്കിൽ ആക്സസ് കോൺഷ്യസ്നസ്സിലെ ഓരോരോ പ്രോസസ്സും പഠിപ്പിച്ചതിന് ശേഷവും ആ ബോധ്യത്തിലൂടെ ഇങ്ങനെ കൈപിടിച്ച് നടത്തിയിട്ട് ഓരോരുത്തരും തങ്ങളുടേതായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു 2 വീക്സ് 2 വീക്സ് മുന്നെയാണ് UAE എൻ്റെ അടുത്തുനിന്ന് ആക്സസ് പഠിച്ചിട്ട് പോയ ഒരു ചേച്ചി തന്നെയാ. UAE ചേച്ചി. ഇപ്പോൾ ചേച്ചി ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ പേരക്കുഞ്ഞ് ചിരിക്കാനുള്ള സമയമായിട്ട് ചിരിക്കുന്നില്ല, ഭയങ്കര വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. മീൻസ് എപ്പോഴും ഒരു സാഡ് ഫേസ് ആണ്. ഒട്ടും തന്നെ സ്മൈൽ ചെയ്യുന്നില്ല. ഡോക്ടറിനോട് നമ്മൾ പറഞ്ഞു, പക്ഷെ ഡോക്ടർ പറഞ്ഞു ശരിയാകുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും നോക്കാം 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 എന്ന് പറയുന്നുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, പക്ഷെ കുഞ്ഞ് ചിരിക്കേണ്ട ഒരു സമയമായിട്ട് പോലും ചിരിക്കുന്നില്ല എന്ന് വിഷമം. സോ ഞാൻ കുറച്ച് വാചകങ്ങൾ പറഞ്ഞു കൊടുത്തു. കുറേ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതുപോലെ ഇതുപോലെ പറയാ. ഞാൻ അതോടൊപ്പം തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, മാത്സിലുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു കൊടുത്തു. 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും മാഡം എനിക്ക് മെസ്സേജ് അയച്ചു, കുഞ്ഞ് ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഇന്ന് എനിക്ക് ഫോട്ടോ ഉൾപ്പെടെ അയച്ചു തരാണ്. കുഞ്ഞ് നന്നായി വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കാൻ തുടങ്ങി, വളരെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്. റൈറ്റ്. സോ ഇതൊക്കെയും ആക്സസ് കോൺഷ്യസ്നെസിന്റെ ബോധത്തിൽ നിന്നാണ് എനിക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആക്സസ് കോൺഷ്യസ്നസ് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്ന ഒരു കാര്യം. അതോടൊപ്പം ആക്സസ് കോൺഷ്യസ്നെസിന്റെ മറ്റൊരു ബോധ്യത്തിന്റെ ഒരു പ്രധാന ഭാഗം, എന്തുകൊണ്ട് കുഞ്ഞ് വിഷമത്തിലായി, മീൻസ് ജനിച്ച് കുറച്ച് സമയമായിട്ട് ഇത്രയും കാലങ്ങളായിട്ടും ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിരുന്നതിനും ആക്സസ് കോൺഷ്യസ്നസ്സിലെ പൂർവജന്മ സിദ്ധാന്തത്തിന്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞപ്പോഴാണ് കുഞ്ഞൊന്ന് ചിരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ അനവധി നിരവധിയാണ് അനുഭവങ്ങളും പറയാനുള്ളതും എല്ലാം. അതിനോട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പൂർവജന്മ സിദ്ധാന്തം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം. അത് എത്ര കണ്ട് നിഷേധിച്ചാലും ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട് എന്ന സ്വയം ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ട് കുറെ കാര്യങ്ങൾ, കാത്രിൻ എന്ന മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിക്കുന്ന കാത്രിൻ എന്ന രോഗി, അവർ ആക്ച്വലി മനോരോഗ വിദഗ്ധനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബ്രയാൻ എൽവീസിനെ പോയി കാണുകയും ഹിപ്നോതെറാപ്പി സെഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർ തന്റെ പൂർവ്വജന്മമായ അരോണ്ടയായി, അതായത് ഒരു ഈജിപ്തിലെ ഒരു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്തിരുന്ന അരോണ്ടയായി തന്നെ സ്വയം കാണുകയും ആ കുറെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും അതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഇന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. റൈറ്റ്? അതാണല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം? ആണോ? കാതറിന്റെ ബാക്കി കഥ കേൾക്കണ്ടേ? കേൾക്കണം. കുറെ പേര് ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവര് പുതിയതായിട്ട് ബുക്ക് വാങ്ങിയതും മീൻസ് ഈ ബുക്ക് വാങ്ങിയതിന്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ അയച്ചിരുന്നു. പ്രൈവറ്റ് ആയിട്ടും ഗ്രൂപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. വളരെ സന്തോഷം തോന്നി, വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ എല്ലാവരും ഹാൻഡി ആയിട്ട് നമ്മുടെ കൈകളിൽ വെച്ചിരിക്കേണ്ട ബുക്കാണ്. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്, കാരണം അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് സംശയം തോന്നുമ്പോൾ അത് അങ്ങനെ ആയിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ എന്ന് സംശയം തോന്നുമ്പോൾ ഇടയ്ക്കൊന്നും എടുത്ത് വായിക്കാനും, കുറച്ച് അമിതമായിട്ടൊരു അഹങ്കാരം തോന്നുമ്പോൾ, എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ പൊസഷൻസ് കിട്ടുമ്പോൾ, ഒരു വലിയൊരു വീട് വെക്കുമ്പോൾ ചെറിയൊരു അഹങ്കാരം ഒക്കെ വരില്ലേ? പിന്നെ അതുപോലെ തന്നെ പുതിയൊരു കാറൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു അഹങ്കാരമൊക്കെ വരില്ലേ? കൂടുതൽ പൊസിഷൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും വലിയൊരു അഹങ്കാരമൊക്കെ വരില്ലേ? അങ്ങനെയൊക്കെ അഹങ്കാരം തോന്നുന്ന സമയത്ത് ഇടയ്ക്കൊന്നും ഇതുപോലുള്ള ബുക്കുകളൊക്കെ എടുത്തൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം യാതൊരു മെറ്റീരിയൽ പൊസഷൻസും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് കിട്ടുമ്പോഴത്തേക്കും ഈ പറയുന്ന അഹങ്കാരമൊക്കെ പതുക്കെ അങ്ങ് പമ്പ കടന്നു. ഇതില് ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മനോഹരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യാനും പഠിക്കാനുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന്
നമ്മുടെ കാത്തറിന്റെ സ്റ്റോറിയല്ല യഥാർത്ഥത്തിൽ നടന്ന അനുഭവ കഥയില് പങ്കുവെക്കാനുള്ളത്. കാത്തറിന്റെ രണ്ടാമത്തെ കാത്തറിന്റെ വിവരണങ്ങളിലൂടെ കടന്നു പോവാണ്. ഏകദേശം 86 ജന്മങ്ങളാണ് കാത്തറിൻ ജനിച്ചിട്ടുള്ളത് എന്നാണ്. കാത്തറിൻ ഓരോ മീൻസ് 2 ജന്മങ്ങളെ വിവരിച്ചതിന് ശേഷം കുറച്ച് പീരീഡ് കാത്തറിൻ ലൈക്ക് ഗുരുക്കന്മാരുമായിട്ട് സംസാരിക്കുന്നു. അതായത് മരണത്തിനും പുതിയ ജനനത്തിനും ഇടയ്ക്കുള്ള. ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇടയ്ക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ പ്ലീസ്. നമുക്ക് ഈ വിവരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആ ഫ്ലോ അങ്ങ് വിട്ടുപോകും. റൈറ്റ്. സോ കാത്തറിൻ ആക്ച്വലി മരണത്തിനും പുതിയൊരു ജന്മത്തിനും ഇടയ്ക്ക് കുറച്ച് സ്പേസിൽ ഇടയ്ക്കിടയ്ക്ക് ആരുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഗുരുക്കന്മാർ എന്നാണ് കാത്തറിൻ മറുപടി പറയുന്നത്. അപ്പൊ ഈ ഗുരുക്കന്മാർ ആക്ച്വലി പറഞ്ഞൊരു നിർദ്ദേശം, ഒരു ഇൻഫർമേഷൻ ആണ് കാത്തറിൻ 86 ജന്മങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണത്. ആ ഒരു ഇൻഫർമേഷൻ പ്രകാരം കുറെ ജന്മങ്ങളുടെ കുറച്ച് പാർട്സ് ഇങ്ങനെ കാത്തറിൻ കണ്ട് പോവാണ്. അതെല്ലാം ഹിപ്നോട്ടിക് നിദ്രയുടെ സമയത്ത് ഡോക്ടർ ബ്രയാൻ എൽ വീസിനോട് പങ്കുവയ്ക്കുകയാണ് കാത്തറിൻ. ആ മയക്കത്തിൽ ആക്ച്വലി പങ്കുവയ്ക്കുന്ന കാത്തറിൻ പറയുന്നതിലെല്ലാം വളരെ സിമിലാരിറ്റി ഉള്ള കുറെ കാര്യമുണ്ട്. ആ സിമിലാരിറ്റി എന്താണെന്നുള്ളത് കുറച്ച് ജന്മങ്ങളെ നമ്മളൊന്ന് എടുത്ത് പഠിച്ചതിന് ശേഷം നോക്കാം. അതിൽ ആദ്യത്തത് നമ്മൾ ആദ്യം കണ്ട ജന്മം എന്ന് പറഞ്ഞാൽ കാത്തറിൻ പറയുന്നത് താൻ അരോണ്ടയാണ്, ഈജിപ്തിലാണ് എന്നാണ് പറയുന്നത്. ആ ഈജിപ്തിലായിരിക്കവേ മരണപ്പെട്ട രാജകുമാരിയുടെ, അതായത് മരിച്ചുപോയ രാജകുമാരിയുടെ ഇടയ്ക്കൊന്ന് പുറത്തു പോകേണ്ടി വന്നു. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഇതിനിടയ്ക്ക് പറഞ്ഞുതരാം. ഫൈൻ. മാം ഒന്നും കേട്ടില്ല കേട്ടോ. ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാം, ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടില്ല. ഇടക്കൊന്ന് ബ്രേക്ക് ആയിരുന്നു. എവിടം വരെ കേട്ടു? ബ്രയാനിൽ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഓക്കെ. സോ അല്ല, ഇടയ്ക്ക് എന്നെ റൈറ്റ് കേൾക്കുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഫൈൻ. സോ അരോണ്ട ആയിരുന്ന കാത്തറിൻ, അതായത് കാത്തറിൻ അരോണ്ട ആയിട്ട് ജീവിച്ച സമയത്തുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ ആ ജന്മത്തിൽ മരണപ്പെട്ടുപോയ രാജകുമാരിയുടെ ബോഡി സൂക്ഷിക്കാണ്, അതിൽ തൈലം പൂശാണ്, അത് ഉപ്പ് വെള്ളത്തിലും സൂക്ഷിക്കാണ്. ഓക്കെ, ഉപ്പ് വെള്ളത്തിൽ സൂക്ഷിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ബോഡിയിലെ മറ്റ് മീൻസ് അത് ലൈക്ക് അത് ഉരുകിപ്പോയതിനു ശേഷം ബോഡി ഉണങ്ങിപ്പോയതിനു ശേഷം അതിനകത്തുനിന്ന് അവയവങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സൊക്കെ ചെയ്യേണ്ടത് ജോലിക്കാരിയായിട്ട്, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്തിരുന്ന അരോണ്ടയുടെ കൂടെ ജോലിയായിരുന്നു. അപ്പൊ ഈജിപ്തിലുള്ളവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവര് മരണശേഷം അടുത്തൊരു ജന്മത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള സൗഭാഗ്യങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസം കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് ആ കാലഘട്ടത്തിൽ അരോണ്ടയ്ക്ക് കടന്നു പോകേണ്ടി വരുന്നത്. പിന്നീട് അടുത്തൊരു ജന്മത്തെ കുറിച്ച് കാത്തറിൻ പറയുമ്പോ മറ്റൊരു ജന്മത്തിൽ അവരുടെ പേര് ലൂസിയ എന്നാണ്. അവർ സ്പെയിനിലാണ് ജീവിക്കുന്നത്. സ്പെയിനിൽ ജീവിക്കുന്ന ലൂസിയ കേൾക്കുന്നില്ല, സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലേ? കേൾക്കാമുണ്ട്. ഇപ്പൊ റെഡി ആയി. വളരെ സ്റ്റക്ക് ആണോ? ഇല്ല, ഇപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയി. എല്ലാവർക്കും കാണാമോ? കാണാം. ഓക്കെ. സോ സ്പെയിനിൽ ജീവിക്കുന്ന ലൂസിയ, ഷീ ഈസ് ആക്ച്വലി
ഒരു അഭിസാരികയാണ്. ഓക്കെ, ആ ജന്മത്തിൽ പുള്ളിക്കാരത്തി ഒരു അഭിസാരികയാണ്. നൃത്തം വയ്ക്കുന്നതും അതോടൊപ്പം പ്ലേഗ് പോലെ എന്തോ ഒരു രോഗം, ആ രോഗം വന്നിട്ട് അവിടെ പല ആൾക്കാരും മരണപ്പെട്ടു പോകുന്നതും ഒക്കെ കാണുകയാണ്. അപ്പൊ ആ ജന്മത്തിലും അവര് വളരെ ദാരിദ്ര്യം, മീൻസ് ദാരിദ്ര്യം എന്നല്ല, അങ്ങനെ ഒരു തരം ലൈക്ക് ഒരു അഭിസാരികയായി ജീവിക്കേണ്ടി വരികയാണെങ്കിൽ അതും ഒരു അടിമത്തത്തിന്റെ ഒരു ജീവിതം തന്നെയാണ്. അതേപോലുള്ള ഒരു പാറ്റേൺ ഉള്ള ഒരു ജീവിതം തന്നെയാണ് മറ്റൊരു ജന്മത്തിലും കാത്രിൻ ജീവിക്കുന്നത്. ഓക്കെ, 1756 BC-യിലാണ് ആ ജന്മം ഉണ്ടായിരിക്കുന്നത്. പിന്നീടും രോഗബാധിതയായി മരണപ്പെടുകയാണ്. ഓരോ മരണത്തിന് ശേഷവും ശരീരത്തിന്റെ മേളിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാത്രിൻ തന്നെ കാണുകയാണ്. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഓരോ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങുന്നവരും തങ്ങളുടെ ശരീരം, അതായത് താൻ മരിച്ചതിന് ശേഷം തന്റെ ശരീരത്തിൽ ചെയ്യപ്പെടുന്ന പ്രക്രിയകളെല്ലാം കണ്ടുപോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പല ഡോക്ടേഴ്സും ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിസർച്ച് നടത്തുന്ന ഡോക്ടേഴ്സ് ഒക്കെയും കണ്ടെത്തുകയും അവർ ആക്ച്വലി അതൊക്കെ റെക്കോർഡിക്കലായിട്ട് വെച്ചിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചിട്ടുണ്ട്. കാത്രിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. പല ജന്മങ്ങളിലും പുറത്തിറങ്ങിയതിനു ശേഷം, ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ശരീരത്തിന്റെ മുകളിലായിട്ട് കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്യുക, നീന്തി നടക്കുക. അതേ സമയത്ത് ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെ പ്രക്രിയകളിലൂടെയാണ് മറ്റുള്ളവര് തന്റെ ശരീരത്തെ അടക്കം ചെയ്യുകയാണോ, കത്തിക്കുകയാണോ, കുഴിച്ചിടുകയാണോ, ഇതൊക്കെ കാണേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഓരോ ജന്മം കഴിഞ്ഞും കാത്രിൻ പുറത്തോട്ടിറങ്ങുമ്പോ, ശരീരത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോ എല്ലാ ഇതിനകത്തും യാതൊരു വ്യത്യാസവും ഇല്ലാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാല് അത് ആക്ച്വലി ഒരു വൈറ്റ് ദീപം, ഒരു ജ്യോതി, ഒരു വലിയൊരു പ്രകാശം. ആ പ്രകാശത്തിലോട്ട് കാത്രിൻ ആകർഷിക്കപ്പെടുകയാണ്, അതിലോട്ട് ഇങ്ങനെ എത്തപ്പെടുകയാണ് ചെയ്തത്. ഓരോ മരണത്തിന് ശേഷവും, ഓരോ ജന്മങ്ങളിലെ മരണത്തിന് ശേഷവും കാത്രിൻ ആക്ച്വലി ആ പ്രകാശനാളത്തിലോട്ട് എത്തപ്പെടുകയാണ്. മരണത്തിന്റെ വിധം ഡിഫറെന്റ് ആണ് ഓരോ പ്രക്രിയയിലും. ചില മരണങ്ങളിൽ വളരെ രോഗദുരിതം ബാധിച്ച് വേദന അനുഭവിച്ച് മരണപ്പെടുകയാണ്. ഒരു ജന്മത്തിൽ ആക്ച്വലി കാത്രിന്റെ പേര് എലിസബത്ത് എന്നാണ്. ആ എലിസബത്ത് ആയിരിക്കുന്ന സമയത്ത് കാത്രിന്റെ അച്ഛന്റെ പേര് അല്ല, അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ കാത്രിൻ ആയിരിക്കുന്ന സമയത്ത്, ഈ ജന്മത്തിൽ കാത്രിനോട് ഇവരുടെ ഈ രോഗങ്ങളൊക്കെ മാറാനായിട്ട്, ഈ അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് ഡോക്ടറിനെ പോയി കാണാൻ പറയുന്നത് എഡ്വേർഡ് എന്ന് പറയുന്നത് മറ്റൊരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് കാത്രിൻ ആക്ച്വലി ഡോക്ടർ ബ്രയാൻ എൽവേസിനെ പോയി കാണുന്നത്. ഈ എഡ്വേർഡ് ഡോക്ടറിനെയാണ് എലിസബത്ത് ആയിരിക്കുന്ന സമയത്ത് തന്റെ പിതാവായിട്ട് ആര് കാണുന്നത്? കാത്രിൻ കാണുന്നത്. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ബുക്ക് വാങ്ങണം, റൈറ്റ്? എനിക്കിപ്പോ കഴിയുന്ന രീതിയിലാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. ആ ലൈഫ് ടൈമില് കാത്രിന്റെ അച്ഛൻ, വളരെ എലിസബത്ത് ആയിരിക്കുന്ന ലൈഫ് ടൈമില് കാത്രിന്റെ അച്ഛൻ ആക്ച്വലി കുറച്ച് ദേഷ്യക്കാരനാണ്. അമ്മയായിട്ടൊക്കെ എപ്പോഴും ബഹളമാണ്. കുട്ടികളെ ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് വിഷമം അനുഭവിക്കുകയാണ്. സോ ഹി ഈസ് ലൈക്ക് വളരെ വളരെ പ്രയാസമുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഒരല്പമെങ്കിലും ആശ്വാസത്തോടു കൂടി കാത്രിൻ ജീവിക്കുന്നത്, എലിസബത്ത് ആയിട്ട് ജീവിക്കുമ്പോൾ കാത്രിൻ ജീവിക്കുന്നത്. ആ ജന്മത്തിൽ തന്റെ മൂത്ത മകന് വിവാഹം നടക്കുന്ന സമയത്ത്, മൂത്ത മകന് വിവാഹം നടക്കുന്ന സമയത്ത് കാത്രിൻ ഒരു ആക്സിഡന്റിൽ പെടാണ്. മീൻസ് കല്ല് പോലെ എന്തൊക്കെയോ തലയിൽ വന്ന് വീണിട്ട് കാത്രിൻ ഭയങ്കര പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാത്രിന് ഓർമ്മ വരികയാണ്. അപ്പൊ ഈ ഓർമ്മ വരുന്ന സമയത്തെല്ലാം കാത്രിൻ വലിയ വേദനകളിലൂടെ കടന്നു പോകാം. മീൻസ് ആ പൂർവ്വജന്മത്തിലെ എന്തൊക്കെ വിഷമങ്ങളാണോ അനുഭവിച്ചത്, ആ അനുഭവിച്ച വേദനകളിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്.
എന്നാൽ അപ്പൊ മരണപ്പെടുന്നില്ല. പിന്നെ കുറേ നാള് കഴിഞ്ഞ് വയസ്സായി ശാന്തയായിട്ടാണ് മരണപ്പെടുന്നത്. ഹവർ കാത്തറിന്റെ ജന്മങ്ങൾ അനവധിയും വലിയ ഗ്രേറ്റ് ലൈഫ് ഒന്നും ഒരു രാജകുമാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു രാജാവായിട്ടോ അങ്ങനെയൊന്നും ജന്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനേകം ജന്മങ്ങളിൽ ഒരു ജോലിക്കാരിയായിട്ട്, ഒരു വേലക്കാരിയായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് മരണപ്പെടുന്ന കാത്തറിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ലൈക്ക് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ബുക്കിലൂടെ കാണാൻ സാധിക്കുന്നതെല്ലാം എന്ന് പറയുന്നില്ല, ഏകദേശം അതിനകത്ത് വിവരിക്കപ്പെടുന്ന അനേകം ജന്മങ്ങളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ജന്മമാണ്, ജീവിതങ്ങളാണ് കാണാൻ, സാധാരണക്കാരുടെ ഒരു ജീവിതമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ ജന്മങ്ങളിലെയും തന്റെ പഴയ പിതാവിനെയോ ഏതെങ്കിലും ജന്മത്തിലെ പിതാവിനെയോ കുഞ്ഞിനെയോ ഒക്കെയും ഈ ഹിപ്നോട്ടിക് നിദ്രയിലായിരിക്കുന്ന സമയത്ത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ ജന്മത്തിൽ അവർ ആരാണ് എന്നുള്ളത് പോലും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, കാത്തറിൻ ആക്ച്വലി വേറൊരു ജന്മത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കറുത്ത വർഗക്കാരിയാണ്. എബി എന്നാണ് അവരുടെ പേര്. കറുത്ത വർഗക്കാരിയായിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെയും ഒരു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് ഈ ഡോക്ടറിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഹിപ്നോട്ടിക് നിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് എബി എന്ന ജോലിക്കാരിയുടെ ആ ജന്മത്തെ ഓർക്കുന്ന കാത്തറിൻ എബി എങ്ങനെയാണ് വെണ്ണ ഉണ്ടാക്കുന്നത്, വെണ്ണ കടയുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആർക്ക് പങ്കുവയ്ക്കുകയാണ്? ഡോക്ടറിനോട് ഇങ്ങനെ ഹിപ്നോട്ടിക് അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ പങ്കുവയ്ക്കുകയാണ്. ഈ കാത്തറിന് പക്ഷെ ഇതും അറിയില്ല, വെണ്ണ ഉണ്ടാക്കാനും അറിയില്ല. ബട്ട് എബി നോസ് ഇറ്റ്. ആ ഓർമ്മകളിൽ നിന്ന് എടുത്താണ് ഇത് സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം. സോ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. മറ്റൊന്ന് തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാല് ഒരു ജന്മത്തിൽ ആക്ച്വലി കാത്തറിന്റെ വിശ്വാസപ്രകാരം, കാത്തറിൻ ജനിച്ച വിശ്വാസം, അത് ഏഷ്യയിൽ എവിടെയോ ആണ്, കാത്തറിൻ ജനിച്ച വിശ്വാസപ്രകാരം കുഴിച്ചിടുന്നത് തെറ്റാണ്. മീൻസ് മരണശേഷം കുഴിച്ചിടുന്നത് തെറ്റാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതരം രോഗം പടർന്നതുകൊണ്ട് ആരും രോഗികളുടെ അടുത്തോട്ട് പോകാൻ പാടില്ല. മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് അവര് മരണശേഷം കുഴിച്ചിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകും. അങ്ങനെ കടന്നു പോകുമ്പോഴും അപ്പൊ അവർക്ക് ഈ മരണാനന്തര പ്രക്രിയകളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു മരണത്തിലൂടെ കടന്നു പോയിട്ട് പോലും ഇതിനു മുൻപേ എങ്ങനെയാണോ ശരീരം വേർപെട്ടപ്പോൾ ഒരു പ്രകാശമയമായ ജ്യോതിയിലോട്ട് കാത്തറിൻ ആകർഷിക്കപ്പെട്ടത്, അതുപോലെ തന്നെയാണ് മരണാനന്തര പ്രക്രിയകൾ ഒന്നും ചെയ്യാതെ തന്നെയും ഷി വാസ് ബീൻ ആക്ച്വലി പുൾഡ് ടു ഇറ്റ്. അതായത് നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ മരണശേഷം ഓരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയിലാണ് മരണശേഷമുള്ള ഓരോ പ്രക്രിയകളുള്ളത്. റൈറ്റ്? അതിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ബുക്കില് കാത്തറിൻ വെളിപ്പെടുത്തുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളിൽ കാത്തറിൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, കുഴിച്ചിട്ടപ്പോഴും മറ്റനേകം സിസ്റ്റത്തിലൂടെ മരണപ്പെട്ടപ്പോഴും, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയപ്പോഴും, രോഗദുരിതയായി മരണപ്പെട്ടപ്പോഴും, ഒരിക്കൽ ഗുഹയിൽ അടയ്ക്കപ്പെട്ടാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ശരീരത്തിൽ നിന്ന് വേർപെട്ട കാത്തറിനെ ഒരു പ്രകാശമയമായ ജ്യോതിയിലോട്ട് ആകർഷിക്കപ്പെട്ട് അങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ദർ ഇസ് നോ റെലവൻസ് ഇൻ ദിസ്, ലൈക്ക് ആഫ്റ്റർ ഡെത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് റെലവൻസ് ഇല്ല എന്നാണ് ഈ ബുക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എന്റെ അഭിപ്രായമല്ല, ഈ ബുക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. റൈറ്റ്.
ഇതിൽ മറ്റൊന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാതറിൻ ആക്ച്വലി അനുഭവിച്ചു പോയ കുറെ മുറിവുകൾ, ആ മുറിവുകൾക്ക് അനുസൃതമായിട്ടുള്ള ജീവിതങ്ങളാണ് അനേകം ജന്മം ജീവിക്കേണ്ടി വന്നു എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞു നാളിൽ ലഭിച്ചിട്ടുള്ള ഒരുപക്ഷെ ചില കുട്ടികളോട് മാതാപിതാക്കൾ പറയും, നീ ജനിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ നാശം, നീ വന്നത് കാരണം ഞങ്ങൾക്ക് എന്തുമാത്രം സാമ്പത്തിക ചെലവാണ്, നീ വന്നത് കാരണം ഞങ്ങൾക്ക് യാതൊരുവിധ സ്വസ്ഥതയില്ല, നീ കാരണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് മെന്റലി ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ കുഞ്ഞു ഹൃദയങ്ങളിൽ ഇത്രയും വേദന ലഭിക്കുമ്പോൾ ആ വേദനകളിലൂടെയാണ് തന്റെ ജീവിതകാലം മുഴുവൻ താൻ ഒന്നിനും കൊള്ളാത്തതാണ്, ഒരു അൺവർത്തിയാണ്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന ഒരു തോന്നലോടു കൂടിയായിരിക്കും ഒരു ആയുഷ്കാലം മുഴുവൻ ഈ കുഞ്ഞിന് ജീവിക്കേണ്ടി വരിക. അങ്ങനെ നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന അനേകരുണ്ട് കേട്ടോ, ഇല്ലാതെയൊന്നുമില്ല, റൈറ്റ്? നമ്മുടെ ചുറ്റിനുമുള്ള, കാരണം കുഞ്ഞു പ്രായത്തിൽ ഏൽക്കുന്ന വലിയ ആഘാതങ്ങളുണ്ട്. അത് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഏൽക്കുക എന്ന് പറയുന്നത് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ടും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശപിക്കാറുണ്ട്, വഴക്കു പറയാറുണ്ട്, പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഇതൊക്കെ ദൂരവ്യാപകമായ അവരുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. അവര് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. ഹവർ, ഇത് ഒരു ജന്മം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ആണ് നമ്മൾ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ഈ ബുക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഡോക്ടറിന് ഭയങ്കര സംശയം, ഇതൊക്കെ ശരിക്കും എന്റെ ലൈക്ക് ഒരുപക്ഷെ കാതറിൻ ഈ പിച്ചുമ്പയും പറയുന്നതാണോ, ഓർ ലൈക്കിനോ അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചു കേട്ട മാസികകളിലുള്ള കാര്യമാണോ, ഏതെങ്കിലും ലൈക്ക് TV പ്രോഗ്രാമുകളിലോ നാടകങ്ങളിലോ കണ്ട കാര്യങ്ങളാണോ എന്നൊക്കെ അദ്ദേഹത്തിന് സംശയം, പലതരത്തിലുള്ള സംശയം. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ, ഭയങ്കര സംശയം തോന്നാണ്. ഏറ്റവും അത്ഭുതകരമായിട്ട് അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാതറിൻ പറയുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാതറിൻ പറയുകയാണ്, താങ്കളുടെ ഹൃദയാഘാതത്തിൽ മരണപ്പെട്ടു പോയ താങ്കളുടെ അച്ഛൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ആവ്രോം എന്നാണ്. ഓക്കെ, അപ്പൊ ആവ്രോം എന്ന പേര് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ആവ്രോം എന്നാണെന്ന് ആർക്കും അറിയില്ല. അതോടൊപ്പം ജനിച്ച് 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. 23 വയസ്സല്ല, 23 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന താങ്കളുടെ ആൺകുഞ്ഞ്, മരിച്ചുപോയ താങ്കളുടെ ആൺകുഞ്ഞും എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് എന്ന് ഒരിക്കൽ കാതറിൻ തന്റെ ഹിപ്നോട്ടിക് നിദ്രയുടെ അവസ്ഥയിൽ പറയുകയാണ്. ഇത് അദ്ദേഹത്തിന് ഭയങ്കര അമ്യൂസ്മെന്റ് ആയി, ഭയങ്കര അതിശയായി. കാരണം ആവ്രോം 9 മാസങ്ങൾക്ക് മുൻപ്, കാതറിൻ വരുന്നതിനും 9 മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട, ഹൃദയാഘാതത്തിൽ മരണപ്പെട്ട തന്റെ അച്ഛന്റെ പേര് ആവ്രോം ആണെന്ന് ആർക്കും അറിയില്ല, അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല. കാരണം അതൊരു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻസിന് പല രീതിയിൽ പേരുകളുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കിപ്പോ ലൈക്ക് നമ്മള് ഇതില് ജ്ഞാനസ്നാന പേരൊന്നുണ്ടാവും, വിളിക്കുന്ന പേരുണ്ടാവും, വളർത്തച്ഛൻ വിളിക്കുന്ന മീൻസ് വളർത്തമ്മ വളർത്തച്ഛൻ ഇടുന്ന പേരുണ്ടാവും, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസ് ഉള്ളവരും ഉണ്ട്. ഓക്കെ, സോ അപ്പൊ അതുപോലൊരു പേരായിരുന്നു ആവ്രോം എന്നത്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു അതിശയം. അതിനേക്കാൾ അദ്ദേഹത്തെ ഏറ്റവും ഷോക്ക് ചെയ്യിപ്പിച്ചത് 23 ദിവസം മാത്രം പ്രായമുള്ള തന്റെ മകന്റെ കാര്യം പറഞ്ഞതാണ്. 10 ലക്ഷം കുഞ്ഞുങ്ങളിൽ വരുന്ന ഒരു രോഗദുരിതവുമായിട്ടാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അതിന് കാതറിൻ പറയുന്ന ഒരു റീസൺ എന്താന്ന് വെച്ചാല്, കാതറിൻ പറയുന്നത് അമ്മയുടെയും അച്ഛന്റെയും കടങ്ങൾ വീട്ടാനായിട്ടാണ് മകൻ ആ വേദനകളെ ഏറ്റെടുത്തത് എന്ന് കാതറിൻ പറയുകയാണ്. ആ 23 ഡേയ്സിനകത്ത് മരണപ്പെട്ടു പോകുന്ന മകൻ
ആത്മീയമായിട്ട് ഒരുപാട് വികാസം പ്രാപിച്ചിരിക്കുന്നു എന്നും കാത്രിൻ പറയുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന് ഭയങ്കര ഷോക്കിംഗ് ആയി, ബിക്കോസ് അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെയാണോ കാത്രിൻ പറയുന്നത് അതെല്ലാം യാഥാർത്ഥ്യമാണ് താൻ. അദ്ദേഹത്തിന് ഭയങ്കര വലിയൊരു അതിശയം തന്നെയായി തീരുകയാണ്. ഇങ്ങനെ പോകുന്നു. ഇനി വീണ്ടും അദ്ദേഹത്തിന് സംശയം തോന്നി, ഒരുപക്ഷെ ജനതികപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരേണ്ടത് എങ്കിൽ കാത്രിന്റെ കഥകളിൽ മുഴുവനും തന്നെയും കാത്രിൻ ആക്ച്വലി ഡിഫറെന്റ് ലൊക്കേഷനിലാണ് ജനിച്ചിരിക്കുന്നത്. ചില സമയം ഈജിപ്തിൽ ജനിച്ചിരിക്കുന്നു, പിന്നെ ആഫ്രിക്കയിലെ വേറെ ഏത് സ്ഥലങ്ങളിൽ ജനിച്ചിരിക്കുന്നു, പിന്നെ ലൈക്ക് ഏഷ്യയിൽ ജനിച്ചിരിക്കുന്നു, ഇപ്പോ US ജനിച്ചിരിക്കുന്നു. അങ്ങനെ പല പല മീൻസ് അതായത് ഒരു കണ്ടിന്യൂറ്റി ജനിതകമായിട്ടുള്ളതാണ് ഈ പ്രയാസങ്ങൾ, കാത്രിൻ അനുഭവിച്ചിരുന്ന രോഗദുരിതങ്ങൾ എന്ന് പറയാനായിട്ട് പോലും കഴിയാത്ത തലത്തില് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ റേസില്, നിറത്തില്, കളറില്, ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ജനിക്കുകയാണ് കാത്രിൻ. റൈറ്റ്? സോ ദാറ്റ് ഈസ് വെരി അമേസിംഗ്. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും ഒരു സംശയം തോന്നി. മീൻസ് കാൾ യുങ് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്, അതായത് പൊതുബോധം ഈ ലോകത്ത് ഇപ്പോ ജീവിച്ചിരിക്കുന്ന സകലരുടെയും പൊതുവായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ഉണ്ട്. ആ കോൺഷ്യസ്നസ് നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകും എന്നതാണ് കാൾ യുങ്ങിന്റെ ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തവുമായിട്ട് യോജിക്കാൻ കഴിയില്ല ഡോക്ടർ ബ്രയാൻ എൽവീസിന്. കാരണം കാത്രിൻ പറഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളും എല്ലാത്തിൻ്റെയും ആധികാരികത കൊണ്ട് തന്നെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് തന്നെ ഒരു പൊതുബോധത്തിൽ നിന്നുണ്ടായതാണ്. കാരണം അത്രയും കൃത്യതയോടുകൂടിയാണ് കാത്രിൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഈ മറ്റൊരു പ്രത്യേകത, ഈ ഓരോ സെഷനിലൂടെയും കടന്നുപോയി കാത്രിൻ തന്റെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് എല്ലാം ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒരുപാട് ഉയരുകയാണ് കാത്രിന്റെ സൈക്കിക് എബിലിറ്റീസ്. അതിലൊന്നാണ് കാത്രിൻ ആക്ച്വലി തന്റെ ഒരു തന്റെ അല്ല, കാത്രിൻ ഒരു മത്സരത്തിന് തന്റെ അച്ഛന്റെ കൂടെ പോകുന്ന സമയത്ത്, കുതിരപ്പന്തയത്തിൽ പോകുന്ന സമയത്ത് വിജയിക്കാൻ പോകുന്ന നമ്പർ ഏതാണ് എന്ന് കൃത്യമായിട്ട് നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് കാത്രിന് കഴിയുന്നു. മീൻസ് ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ട്, മീൻസ് ആത്മീയമായിട്ടുള്ള ഉന്നമനം ലഭിക്കും തോറും കാത്രിന്റെ സൈക്കിക് എബിലിറ്റി വികസിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും തിരിച്ചറിയാനും പറയാനും ഒക്കെ കഴിയുന്ന തലത്തിലോട്ട് കാത്രിൻ വരുന്നു എന്നുള്ളത്, വന്നെത്തിപ്പെട്ടു എന്നുള്ളത് മറ്റൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്കിനി അറിയേണ്ടത് എന്താണ് ഈ ജീവിതത്തിലൂടെയും ഒക്കെ നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്, നമ്മളെ എന്താണ് പഠിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബുക്കിനകത്ത് ആത്മാക്കൾ, അതായത് ഗുരുക്കന്മാർ, ഹയർ ഇവോൾവ്ഡ് സോൾസ് കാത്രിനോട് പറയുന്ന കുറെ മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജസ് നിങ്ങൾ ഏതെങ്കിലും ബുക്കിൽ എഴുതി തന്നെ വയ്ക്കണം. കാരണം എപ്പോഴെങ്കിലും വിഷമം വരുമ്പോഴോ ദുഃഖം വരുമ്പോഴോ, നോക്കിയേ, ചില സമയത്തൊക്കെ ഒരു കാരണമില്ലാതെ ചില മനുഷ്യർക്ക് നമ്മളോട് ദേഷ്യം തോന്നും. നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്തവരായിരിക്കും, പക്ഷെ നമ്മളെ കണ്ട ഒരു ഇഷ്ടക്കേട് തിരിച്ച് നമുക്കും അങ്ങോട്ട് തോന്നും. ഒരു കാര്യമില്ലാതെ ചിലരോട് ഒരു ഇഷ്ടക്കേട്. നമ്മൾ ചിലരോട് എത്ര നന്നായിട്ട് പെരുമാറിയാലും ചിലർ ആക്ച്വലി നമ്മളോട് വല്ലാത്തൊരു നമ്മൾ എന്ത് തന്നെ ചെയ്താലും പലരും നമ്മളോട് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഓൾ ദിസ്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഇത്തരത്തിലുള്ള, നമ്മൾ എത്ര തന്നെ സ്നേഹം പ്രകടിപ്പിച്ചാലും, നമ്മൾ എന്ത് തന്നെ കെയറിങ് കൊടുത്താലും തിരികെ നമ്മളിലോട്ട് യാതൊരുവിധ കെയറിങ്ങും ഇല്ലാത്ത കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലൈഫ് ടൈമിൽ. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നമ്മൾ എന്തിനീ ഭൂമിയിലോട്ട് കടന്നു വരുന്നു? എന്തിനീ പാവം കാത്രിൻ എത്രയോ ജന്മങ്ങൾ ഒരേപോലെ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു? എന്തുകൊണ്ട് ഒരു വളരെ ഹയർ ആയിട്ടുള്ള ഒരു ലൈഫ് കാത്രിനെ കിട്ടിയില്ല? സോ വി ഹാവ് ടു, നമ്മൾ ഇതൊക്കെ ആലോചിക്കണം.
നമ്മൾ ആലോചിക്കുക, ഓക്കെ അതൊക്കെ ഒരു കഥയില്ലേ, ചുമ്മാ ഒരു രസത്തിന് അദ്ദേഹം ബുക്ക് വിറ്റഴിക്കാനായിട്ട് എഴുതിയിരുന്ന ഒരു കഥയാണ്, ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് പറയുമ്പോ, അങ്ങനെ പറയാൻ തോന്നുകയാണെങ്കിൽ ആലോചിക്കണം, എന്നും മരണപ്പെടുന്ന മനുഷ്യർക്ക് എങ്ങോട്ട് പോകും? വൈ വൈ ഇത്തരം ക്രൂരമായ വിധികൾ പലർക്കും ലഭിക്കും? വൈ ദേ ആർ ലീവിങ് സഡൻലി? എന്തുകൊണ്ട് അവര് സ്വസ്ഥമായി ജീവിക്കാൻ, തന്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ പെട്ടെന്ന് കൊടുന്നനെ പോകുന്ന ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടാണ് എത്തിപ്പെടുന്നത്? എന്തുകൊണ്ട് പല സാഹചര്യങ്ങൾ പലർക്കും നൽകപ്പെടുന്നു? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, റൈറ്റ്. എന്തിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അറിയണം. റൈറ്റ്. ആത്മാക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രം ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ദേ ഹാവ് സെഡ്. ഗുരുക്കന്മാർ, ആത്മാക്കൾ എന്നല്ല ഞാൻ പറയുന്നത്, ഗുരുക്കന്മാര്. ഗുരുക്കന്മാര് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അനശ്വരരാണ്, സോളിന് മരണമില്ല, ആത്മാവിന് മരണമില്ല. ഓക്കെ, നമ്മൾ അനശ്വരരാണ്. അറിവിൽ കൂടി ദൈവതുല്യനായി മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും പ്രധാനം. ഈ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നിലൂടെയും, നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലൂടെയും നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമ്മൾ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യവും ഇല്ലാതെ ആരെങ്കിലും നമ്മളോട് വഴക്കിടുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? എത്ര സ്നേഹം പ്രകടിപ്പിച്ചിട്ടും മറ്റുള്ളവരെ നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചിലരൊക്കെ പ്രവാസികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ തന്നെ ഒരുപാട് കുടുംബത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഇതെല്ലാറ്റിന്റെയും സുഖം അനുഭവിക്കുന്നവർ തന്നെ പിന്നീട് ചോദിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇങ്ങനെ ചോദിക്കുന്നവരെ. മാതാപിതാക്കളോട് ചോദിക്കുന്ന മക്കളുണ്ട്, മക്കളോട് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഭർത്താവിനോട് ചോദിക്കുന്ന ഭാര്യയുണ്ട്. 24 മണിക്കൂറും, മീൻസ് 24 മണിക്കൂറൊന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 12 hours എങ്കിലും വീടിനകത്ത് നിരന്തരം ജോലി ചെയ്യുന്ന ഭാര്യനോട് ചോദിക്കുന്ന ഭർത്താവുണ്ട്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വെറുതെ ചുമ്മാതല്ലേ ഇരിക്കുന്നത്? ഇതുപോലെ എന്തുകൊണ്ട് വൈ ആർ വി ഗോയിങ് ത്രൂ ഓൾ ദിസ് പെയിൻ? ആസ്ക്. അറിവിൽ കൂടി ദൈവതുല്യനായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ നിലവിലുള്ള അറിവുകൾ പരിമിതമാണ്. മീൻസ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അറിവ് വളരെ പരിമിതമായിട്ടുള്ള അറിവിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹവർ, ഈ കാലഘട്ടം ഇത് അറിവിന്റെ കാലഘട്ടമാണ്. കൂടുതൽ ജനങ്ങൾ ബോധ്യത്തിലോട്ടും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പേര് ആക്ച്വലി ബോധം സിദ്ധിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേകർ ബോധതലത്തിലോട്ട് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഹാഗുരുക്കന്മാരെന്ന് പറയുന്നത് സംശുദ്ധി നേടിയ ആത്മാക്കളാണ്. ഒരുപക്ഷെ നമ്മളും ഈ ശരീരത്തിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ചൊക്കെയെങ്കിലും സംശുദ്ധി നേടിയ ആത്മാക്കളായി തീരുകയാണെങ്കിൽ നമ്മളും പുതിയതായിട്ട് കടന്നു വരുന്ന സോൾസിനെയൊക്കെ നമ്മൾ സഹായിക്കുമായിരിക്കും. എന്റെ തോന്നലാണ് കേട്ടോ. റൈറ്റ്. അറിവ് കൊണ്ട് നാം ദൈവത്തോട് അടുക്കുന്നു. ഇത് തന്നെയാണ്, മീൻസ് എന്തൊക്കെയാണ് ഗുരുക്കന്മാർ പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അറിവിൽ കൂടി ദൈവതുല്യനായി മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അറിവ് കൊണ്ട് നാം ദൈവത്തോട് അടുക്കുന്നു. പിന്നെ മനോഹരമായ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അത് നമ്മളിൽ എല്ലാവരിലും ദൈവം വസിക്കുന്നു എന്ന് മഹാഗുരുക്കന്മാര് ക്യാത്രൻ വിശ്രമാവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, അതായത് ഓരോ ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലോട്ട് പോകുന്നതിനിടയ്ക്കുള്ള സമയത്ത് ക്യാത്രന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയാം. ഇറ്റ്സ് വെരി പവർഫുൾ. എന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ കാണണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം, ദേഷ്യം, വെറുപ്പ് എന്ന എല്ലാ സ്വഭാവങ്ങളും എടുത്തു മാറ്റിയേ പറ്റൂ. യാതൊരുവിധ തയ്യാറെടുപ്പും കൂടാതെ സ്വയം പ്രേരിതമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് ആത്മാവിന്റെ യാത്ര ചിത്രീകരിക്കപ്പെടുന്നത്.
തുറന്നു കിടക്കുന്ന ഒരു വാതിലിൽ കൂടി കയറി പോകുന്നത് പോലെ ലളിതവും. സത്യത്തിൽ ഈ ബുക്ക് വായിക്കുമ്പോഴും ചിലർക്ക് അസ്വസ്ഥത തോന്നും. കാരണം തങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് ഈ ലൈഫ് ടൈമിലെ തങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് മാച്ച് ചെയ്യാതെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ചിലർക്ക് അസ്വസ്ഥത തോന്നും. എന്നാൽ മറ്റു ചിലർക്ക് തീർച്ചയായിട്ടും മരണത്തിനോടുള്ളൊരു ഭയം മാറും. അതോടൊപ്പം ജീവിതത്തോട് കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് ഒരു സമയത്ത് പറയുന്നത്. കാതറിൻ പറയുന്ന വാചകങ്ങളാണ്: അവരെന്നോട് പറയുന്നു അനേകം ദൈവങ്ങൾ ഉണ്ടെന്ന്, കാരണം ദൈവം നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമാണത്രേ. വാവ്! ദൈവം നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്നു. എത്ര മനോഹരമാണ് ആ വാചകം. ആ തിരിച്ചറിവും ആ അനുഭവത്തിലൂടെയും നമ്മൾ ഓരോരുത്തരും കടക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. കാരണം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ്, വലിയ കൊട്ടാരം കെട്ടിയവര് പോലും പോവാണ്, റൈറ്റ്? ചെറിയ കുടിലിൽ ജീവിച്ചവര് പോവാണ്. അപ്പോ ഈ ഓട്ടത്തിനിടയ്ക്ക് മറന്നു പോകാതെ നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ കണ്ടെത്തുക ഉള്ളതാകട്ടെ നമ്മുടെ ഒരു ലക്ഷ്യം. റൈറ്റ്. പിന്നെ പറയുന്ന മറ്റൊരു പ്രത്യേകത, നമ്മുടെ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ കഴിവുകൾ നമ്മളിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ, നമ്മൾ അറിയുന്നതിനേക്കാൾ ഒരുപാട് കഴിവുകൾ, അനേകം കഴിവുകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. സോ നമ്മൾ അറിയുന്നതിനേക്കാൾ, നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ വിരൽ ചൂണ്ടി പറഞ്ഞു തന്നതിനേക്കാൾ ഒരുപാട് അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, കഴിവുകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം സെയിം സോൾസ് മെനി ബോഡീസ് എന്നൊരു മറ്റൊരു ബുക്ക് ഉണ്ട്, ബ്രയാൻ എൽവേസിന്റെ. ആ ഒരു ബുക്കും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബ്യൂട്ടിഫുൾ. ചിലർ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇത്തരം വസ്തുതകൾ അറിയുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമ്മളെല്ലാവരും അനശ്വരരാണ്. നമ്മളിൽ എല്ലാവരിലും അനന്തമായ കപ്പാസിറ്റീസും ക്യാപ്പബിലിറ്റീസും ഉണ്ട്. ഒരുപാട് ശക്തിയുണ്ട് നമ്മളിൽ ഓരോരുത്തരിലും. എന്നാൽ ചിലർ നേരത്തെ അറിയുന്നു, ചിലർ ആക്ച്വലി ഒരല്പം വൈകി അറിയുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ, സോൾ ലെവല് അല്ലെങ്കിൽ ആത്മാക്കളുടെ കാര്യങ്ങൾ, ഓർ ലൈക്ക് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മെനി പീപ്പിൾ ആർ ജസ്റ്റ്, അതിൽ തെറ്റൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. എല്ലാവരും അവരവരുടേതായ ലൈഫ് ജേണിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ചിലർ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുൻപേ ഇത്തരം വസ്തുതകൾ അറിയുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുൻപേ എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മളിലെ ദുഷ്പ്രവണതകൾക്ക് അറുതി വരുത്തണമെന്ന് നമ്മൾ തിരിച്ചറിയണം. സംഭരിച്ചു വെച്ചിട്ടുള്ള ദുഷ്പ്രവണതകൾക്ക് നാം നിലനിൽക്കുമ്പോൾ മാത്രമേ നിവാരണം ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നോക്കിയേ, കഴിയുമെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങി അതിലെ ആ സെന്റൻസ് ഗുരുക്കന്മാര് പറയുന്നത് മാത്രം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ, ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ദുഷ്പ്രവണതകൾ, സ്വഭാവത്തിലെ എല്ലാ ദൂഷ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടാകും. കാതറിന്റെ കഥ എടുത്തു നോക്കുകയാണെങ്കിൽ, കാതറിന്റെ ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, കാതറിൻ ആക്ച്വലി ഒരു ലൈഫ് ടൈമില്, ജോഹനായിരിക്കുന്ന ലൈഫ് ടൈമില് പടയാളിയാണ്. ആ സമയത്ത് തന്റെ കണ്ടം ഛേദിച്ച് കൊന്ന ഒരു മനുഷ്യൻ തന്നെ മറ്റൊരു ജന്മത്തിൽ എന്തായിട്ട് വരികയാണ്? ലവർ ആയിട്ട് വരികയാണ്. ഹവർ ആ സമയത്തും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഷീ ഈസ് ഓൾവേസ് സപ്രസ്ഡ്. എപ്പോഴും ഒരു സപ്രസീവ് ആയിട്ടുള്ള, മീൻസ് ഒരു സപ്രസ്ഡ്
ഒരു അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു ലൈഫാണ് അവര് കടന്നു പോകുന്നത്. റൈറ്റ്? സോ ഷീ ഹാവ് ടു, കമന്റ്സ് അല്ല പറയുന്നത്, അവർ തിരിച്ചറിയണം എന്തിന് ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് കാത്തറിന് സംഭവിക്കേണ്ടിയിരുന്നത്. മറ്റൊന്ന് ആക്ച്വലി ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന മറ്റൊരു നോളജാണ്, നമ്മുടെ സ്പന്ദനവുമായി താരതമ്യം ചെയ്തു പോകാൻ സാധിക്കാത്ത വ്യക്തികളുടെ അടുത്തോട്ട് പോകരുത് എന്നുള്ളത്. ഓക്കെ, ഇത് കേൾക്കുമ്പോ ഓഹോ ഇവര് നമ്മുടെ ഇതിനെ പറ്റത്തില്ല. ഹവർ ഇത് ആക്ച്വലി പ്രപഞ്ചത്തിൽ കുറച്ച് ഫ്രീക്വൻസി, താളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തനിയെ തന്നെ അതിലോട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകാനായിട്ട് തുടങ്ങും. നമ്മൾ തനിയെ ആ ഫ്രീക്വൻസിയുടെ ഇതനുസരിച്ചിട്ട് ഉയർന്ന ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴത്തേക്കും താഴ്ന്ന ഫ്രീക്വൻസി ലെവലിലുള്ള ആൾക്കാർക്ക് നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു ഇഷ്ടക്കേട് ഫീൽ ചെയ്യുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ആക്ച്വലി പറയില്ല ആരെയും ലൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നൊന്നും പറയില്ല. ഹവർ ഇത് ഗുരുക്കന്മാര് പറഞ്ഞ കാര്യമാണ്. യുക്തിസഹജമായ കഴിവുകൾ നൽകിയിട്ടുള്ളത് ഉപയോഗിക്കുക. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, അതായത് താഴെ ഇരിക്കുന്നവരെ സഹായിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയും സഹായിക്കുകയും ചെയ്യാമെന്നാണ് ഗുരുക്കന്മാര് പറയുന്നത്. റൈറ്റ്? ഇവോൾവ്ഡ് സോൾസ് പറയുന്നത്. മറ്റാത്മാക്കളെയും ദേവതമാരെയും ഇടയ്ക്ക് നമ്മുടെ കാത്തറിൻ കാണുകയാണ്. ഇനി വേറൊരു പ്രത്യേകത, നമ്മൾ ഓരോ ജന്മങ്ങളിലും കടന്നു വരുമ്പോ അനേകം ജന്മങ്ങളിലായി നമ്മൾ നേടിയെടുത്ത കലാവിരുതുകളും അറിവുകളും ശക്തികളും അന്തർലീനമായി കൊണ്ടാണ് ഓരോ പുതിയ ജന്മങ്ങൾ എടുക്കുന്നത് എന്ന് ഗുരുക്കന്മാര് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോ ആർക്കും സ്പെഷ്യൽ ആയിട്ടൊന്നും കഴിവുകൾ കൊടുത്തിട്ടില്ല ഈശ്വരൻ. പകരം നമ്മൾ ഓരോരുത്തരും ഓരോരോ ജന്മങ്ങളിൽ നേടിയെടുത്തിട്ടുള്ള കഴിവുകളും പ്രത്യേകതകളുമായിട്ടാണ് മറ്റ് ജന്മങ്ങളിലൂടെ കടന്നു വരുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. അപ്പൊ അതിനകത്ത് ഞാനിങ്ങനെ ഇപ്പൊ ക്ലാസ്സിന് കയറുന്നതിന് തൊട്ട് മുൻപ് ജസ്റ്റ് FB ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മാഡം എഴുതിയിരിക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് US എവിടെയാണ്, അവിടെ 2 കുട്ടികൾ ട്വിൻസ് ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അവരിങ്ങനെ കുഞ്ഞു പ്രായം മുതലേ അവര് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ സംസാരിക്കുമായിരുന്നു. പാരന്റ്സിന് വിചാരിച്ചു ഓക്കെ അവരെന്തൊക്കെയോ തമാശകൾ പറയാണ്, ഓർ ലൈക്ക് അവർ കളിക്കാണ്, ഓക്കെ വേറെ ലാംഗ്വേജ് ആണല്ലോ. മറ്റുള്ളവരുടെ ലാംഗ്വേജ് എപ്പോഴും നമുക്ക് ഒരു യുണീക്ക് ആയിട്ടല്ലേ തോന്നുള്ളൂ, കളിക്കാണ് അല്ലെങ്കിൽ. പക്ഷെ ഒരു കാലങ്ങൾ കഴിയുന്തോറും ആ ലാംഗ്വേജ് ഇങ്ങനെ സംസാരിക്കുന്ന തന്നെ ഉണ്ടായിരുന്നു. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് പറയാൻ അവർക്കും അറിയില്ല. ഒരിക്കൽ ഇവര് ഒരുപാട് വളർന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കോളേജിലായിരിക്കവേ ഈ ട്വിൻസ് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് ഒരു പ്രൊഫസർ നടന്നുപോയി. അതുവഴി നടന്നുപോയ പ്രൊഫസർ ആക്ച്വലി ഞെട്ടിപ്പോവാണ്. കാരണം അദ്ദേഹം ഇവരുടെ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ജീസസ് സംസാരിച്ചിരുന്ന അരേമായ ഭാഷ ആണ് ഈ കുട്ടികൾ സംസാരിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നുവോ, എവിടെയെല്ലാം ജീവിച്ചിരുന്നുവോ, ആ എല്ലാ അറിവും ബോധവും നമ്മുടെ ഉള്ളിലുള്ള വലിയ ആൾക്കാരാണ് നമ്മൾ. ഇങ്ങനെ ചെറിയവർ പോലെ കാണപ്പെടുന്നുവെങ്കിലും നമ്മളെല്ലാരും വളരെ വലുതാണ്. ഓക്കെ, അതിന്റെ അഹങ്കാരം ഒന്നും വേണ്ട കേട്ടോ, കാരണം ഒന്നും ഓർമ്മയില്ല നമുക്ക്. റൈറ്റ്, സോ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യം ഇവിടെ ചോദിക്കാണ്, കാത്തറിൻ വഴി ചോദിക്കാണ്. ഡോക്ടർ ബ്രയാൻ എൽവീസിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി പിന്നീട് എങ്ങനെയാ ജന്മങ്ങൾ എടുക്കുന്നത്, എന്തൊക്കെയാ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. നമുക്കും ശരിക്കും ഈ ആത്മീയമായിട്ടുള്ള നോളജിലോട്ടൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ്. ഓ മൈ ഗോഡ്, നമ്മൾ എങ്ങനെയാ ജനിക്കുന്നത്, നമ്മൾ എങ്ങനെയാ കടന്നു വരുന്നത്, നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. അത് നമ്മുടെ ഒരു എവല്യൂഷന്റെ, നമ്മുടെ ഉയർച്ചയുടെ ഭാഗമാണ് കേട്ടോ.
ഭൗതിക ശരീരത്തിലുള്ള ആഗമനവും അതിൽ നിന്നുള്ള ബഹിർഗമനവും നാം തന്നെ തീരുമാനിക്കുന്നു. ഒരു മഹാഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, ഭൗതിക ശരീരത്തിലേക്കുള്ള ആഗമനവും അതിൽ നിന്നുള്ള ബഹിർഗമനവും, അതായത് കമ്മിങ് ഇൻസൈഡ് ആൻഡ് ഗോയിങ് ഔട്ട്സൈഡ്, വരികയും ശരീരത്തിലോട്ട് പ്രവേശിക്കുകയും ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നത് നാം തന്നെ തീരുമാനിക്കുന്നു. പൂർത്തീകരിക്കേണ്ട ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാം തന്നെ അത് അറിഞ്ഞിരിക്കും. സോ വെൻ വി ഫീൽ ലൈക്ക് ഇറ്റ്സ് ടൈം വി ലീവ് എന്നുള്ളതാണ്. സമയമായെങ്കിൽ മരണത്തിനായി നമ്മൾ തയ്യാറാകും. കാരണം ഈ ജീവിതത്തിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ നിന്നും പോകും എന്നാണ് മഹാഗുരു പറയുന്നത്. പക്ഷെ നമ്മൾ കോൺഷ്യസ്നസ്സിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയാനായിട്ട് തുടങ്ങും. ഈ ബുക്കിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ടോപ്പിക്. ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരു ജൂതന്റെ കാര്യം കൂടെ പറയുന്നു. അദ്ദേഹം ഹോളണ്ട് 1975 1975 തന്നെയാണ്. കറക്റ്റ് ആയിട്ട് പറയണമല്ലോ, ബുക്കിനകത്തുള്ള കാര്യമല്ലേ. 1975 തന്നെ. ഇത് ഡോക്ടറിന്റെ മറ്റൊരു പേഷ്യന്റ് ആണ്. ഹോളണ്ടിൽ ഒരു ആക്സിഡന്റ് നടക്കാണ്. അപ്പൊ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം ജേക്കബ് ആക്ച്വലി തന്റെ ബോഡിയുടെ പുറത്തിരിക്കുന്നത്, മീൻസ് പുറത്ത് നിന്നിട്ട് കാഴ്ചകൾ കാണാൻ, ആംബുലൻസ് വരുന്നത്, ബോഡി എടുത്ത് കൊണ്ടുപോകുന്നത്, ബോഡി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സ് ചികിത്സയൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ കാണുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം പോവാനായിട്ട് നിൽക്കുമ്പോ, മീൻസ് അതായത് ബോഡിയുടെ പുറത്താണ് ജേക്കബ് നിൽക്കുന്നത്. അപ്പൊ തന്റെ ശരീരത്തിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാണ് ജേക്കബ്. ഈ ജേക്കബിനോട് ഒരു സന്യാസി രൂപത്തിലുള്ള ഒരു മനുഷ്യനല്ല, സൂക്ഷ്മ ശരീരത്തിലുള്ള ഒരു ബീങ് പറയാണ്, സമയമായിട്ടില്ല, നീ തിരികെ പോണം എന്ന് പറഞ്ഞു. അതായത് നിനക്ക് വരാനുള്ള സമയമായിട്ടില്ല, നീ തിരികെ പോണം. എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജേക്കബിനോട് പറഞ്ഞു കൊടുക്കാണ്. അതിനുശേഷം ജേക്കബ് എന്ത് ചെയ്യാണ്, തന്റെ ബോഡിയിലോട്ട് റീ എൻറ്റർ ചെയ്യാണ്. ഓക്കെ, അതായത് മരിക്കുന്നില്ല, വീണ്ടും റീ എൻറ്റർ ചെയ്ത് ജീവിക്കുകയാണ് ഉണ്ടായത്. 1980 5 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം കുറച്ച് ഭയങ്കര സ്പിരിച്വലായി മാറി. അതിനുശേഷം കൂടുതൽ സ്പിരിച്വൽ അന്വേഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകവേ ഒരു മുസ്ലിം പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഒരു മുസ്ലിം പള്ളിയിൽ പോയിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വളരെ വളരെ ഒരു പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ അടുത്ത് വന്നിട്ട്, ജേക്കബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളിൽ പെട്ടവനല്ല, നീ ആക്ച്വലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ജേക്കബിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിന്നോട് 5 വർഷങ്ങൾക്ക് നീ മഹാസന്യാസിയെ കണ്ടൊരു വ്യക്തിയാണ്. ഓക്കെ, നിന്നോട് മഹാസന്യാസി പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. ജേക്കബ് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ മരണാവസ്ഥയിലായിരുന്ന സമയത്ത്, എന്റെ ആക്സിഡന്റിന്റെ സമയത്ത് ഞാൻ കണ്ടൊരു ബീയിങ്ങിനെ, ഒരു ദിവ്യാത്മാവെ, ഒരു സന്യാസിയെ എങ്ങനെ ഇദ്ദേഹം പറയുന്നു. ഓക്കെ, സോ നമ്മൾ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് അതായത് കൂടുതൽ തീവ്രമായ പ്രാർത്ഥനാവസ്ഥകളിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് സൈക്കിക് എബിലിറ്റീസ് ഒക്കെ വർദ്ധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. റൈറ്റ്. ജേക്കബിന്റെ കാര്യം എന്തുകൊണ്ടാണ് പറയാൻ ചോദിക്കുന്നത്, പലരും ആക്ച്വലി തങ്ങളുടെ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കാതറിന് മാത്രമല്ല മറ്റനേകർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ജേക്കബിന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞത്. സോ ഈ ബുക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ആഴ്ചത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് ഓർ നെക്സ്റ്റ് സൂം സെഷനിൽ മറ്റൊരു ബുക്കിലും അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനും അറിയാനുമുള്ള കാര്യങ്ങളെന്ന് അറിയുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ബുക്ക് വാങ്ങുമല്ലോ അല്ലെ? വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക. ഒരുപാട് അറിയാനുണ്ട്. നമ്മുടെ ജീവിതം
ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാകാതെ, തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വേണം, പക്ഷെ അത് മാത്രമാകാതെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളും എല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മുടെ എവല്യൂഷൻ, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ ആത്മീയതയല്ല, മീൻസ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം നമ്മുടെ സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തിനൊക്കെയും ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയും. ഒരുപക്ഷെ നിങ്ങൾ പറയാം, ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ്, ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ദേഷ്യവും ഈർഷ്യയും വെറുപ്പും അവരോട് നമുക്ക് ഓർ ലൈക്ക് ലെറ്റ്സ് സേ ഞാൻ മറ്റൊരു വ്യക്തിനേക്കാളും വലുതാണ് എന്നൊരു അഹങ്കാരമോ ഒരു തോന്നലോ ഉണ്ടാവുകയാണെങ്കിൽ, ഓർ കുറച്ച് മനസ്സിൽ നോക്കുമ്പോ ഒന്ന് പുഞ്ചിരിക്കാനോ അല്ലെങ്കിൽ വളരെ എളിമയോടുകൂടി സംസാരിക്കാനോ ഒന്നും കഴിയാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് സ്പിരിച്വലാണ്, പിന്നെ എന്ത് ഉയരങ്ങളിൽ എത്തി എന്നുള്ളതാണ്. ഓക്കെ, ഒരുപക്ഷെ ചില ജന്മങ്ങളിൽ നമ്മൾ വരുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്ഷമയെ കുറിച്ച് പഠിക്കാനായിരിക്കും. എങ്ങനെ നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റും? അയ്യോ, ഇത്രയും 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 ചെയ്തിട്ടും എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ എന്ന് അതിനു വേണ്ടിയിട്ടായിരിക്കും ചില ലൈഫ് ടൈമിൽ നമ്മൾ കടന്നു വരുന്നത്. ഓക്കെ, സോ യു ഡിസൈഡ്, യു ചൂസ്, ലൈക്ക് നിങ്ങളാ തീരുമാനിക്കുന്നത് ഓരോ ജന്മത്തിൽ എന്ത് പഠിക്കാനാണ് കടന്നു വന്നത് എന്നുള്ളത്. റൈറ്റ്? ഓക്കെ, സോ കൂടുതൽ 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 അറിവിലും കോൺഷ്യസ്നസ്സിലും ബോധത്തിലോട്ടൊക്കെ കടക്കാം. ആക്സസ് കോൺഷ്യസ്നസ് പോലുള്ള അമൂല്യമായിട്ടുള്ള പഠനശാഖകളും പൂർവ്വജന്മങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക. കാരണം ഇതെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട് വളരെ ചെറുപ്പക്കാർ പോലും ചെറിയ ചെറിയ പ്രായങ്ങളിൽ തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നതും, പുതിയ പുതിയ മഹാമാരികൾ പുതിയ പുതിയ ഡിസൈനുകളിലൊക്കെ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതൊക്കെ ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നത് കാണുന്നുണ്ട്. ഈ ദുരന്തങ്ങൾക്കും ഈ വേദനകൾക്കും ഈ ഡിസൈൻ വെച്ചിട്ടുള്ള പല പല വൈറസുകൾക്കും ഇതിനൊക്കെ ഉപരി നമ്മുടെ ജീവിതങ്ങളുടെ അർത്ഥം എന്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ത്, നമ്മുടെ ആത്മാവ്, നമ്മൾ ആര് എന്നതും ആ ആത്മീയമായിട്ടുള്ള ആ ഉയർച്ചയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും. ഓക്കെ, ബിക്കോസ് ഇനി ഒരു ലൈഫ് ടൈം എടുത്താൽ പോലും ഈ അറിവുകളൊക്കെ നമുക്ക് ഗുണപ്പെടും. ഒരു അറിവും നമുക്ക് വെറുതെ പോവില്ല, എസ്പെഷ്യലി റിലേറ്റഡ് ടു നമ്മുടെ ആത്മീയമായിട്ടുള്ള അറിവുകൾ. റൈറ്റ്? ഞാൻ എല്ലാ ഇതിലും പോവാറുണ്ട് കേട്ടോ, അമ്പലങ്ങളില്, പള്ളിയില്, ഗുരുദ്വാരയില് ആയിട്ട്. ഓക്കെ, റൈറ്റ്. എനിക്ക് ഒന്നിനോട് അയിത്തില്ല. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. മാം ഒരു സന്തോഷം പറഞ്ഞോട്ടെ? ആ, സന്തോഷം പറയും. സന്തോഷാണല്ലോ കേൾക്കാൻ. മാമിന്റെ ബിൽഡിങ്ങിന്റെ നമ്പർ ഒന്ന് കിട്ടി. 3 വർഷമായിട്ട് ഇതിന് പിന്നാലെ ഓടിയിരുന്നു. Wow, how does it get? Wow, amazing. കഴിഞ്ഞ മണി ക്ലാസ്സിന് പങ്കെടുത്തതാ ബെജീന മാഡം. സൂപ്പർ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു. പറ്റുന്നവർ, സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരെല്ലാം മണി ക്ലാസ്സിന് പങ്കെടുക്കൂ. ബിക്കോസ് ക്രിയേറ്റ് യുവർ മണി, ക്രിയേറ്റ് മോർ മണി, മോർ ടൈം, പിന്നെന്താ, മോർ ജോയ്. നല്ലൊരു ക്ലാസ് പങ്കെടുക്കാൻ പറ്റും. ഓൺലൈൻ ആണ്. നെക്സ്റ്റ് മന്ത് ക്ലാസ് ഉണ്ടാവും, ഓൺലൈൻ ആണ്. ജസ്റ്റ് ജോയിൻ ഇൻ ഫോർ ദ ക്ലാസ്. അത് ശരിക്കും ഒരു എന്തോ ഇതില്ലേ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, മണി സ്റ്റേറ്റ്മെന്റ്സ്, ഓരോ സ്റ്റേറ്റ്മെന്റ്സ് എത്ര തവണ പറയണം, അങ്ങനെ ഉണ്ടോ? ചേച്ചി അതെല്ലാം എന്നോട് വാട്സാപ്പിൽ ചോദിക്കും. കാരണം ഇത് ഞാൻ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. I have asked you, you have not listened it. Really, I'm sorry. എനിക്ക് വോയിസ് മെസ്സേജ് അയക്കരുത് കേട്ടോ. I don't have time to listen to it. എനിക്ക് എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അതാകുമ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ എനിക്ക് മെസ്സേജ് കിട്ടും. വോയിസ് മെസ്സേജ് അത്രയും കേൾക്കാനുള്ള സമയത്തിന്റെ. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ ഇത്രയും ജന്മങ്ങൾ എടുത്ത് ഞാൻ അത് മുഴുവൻ കേട്ടു യൂട്യൂബിൽ, ആ ബുക്ക്.
വാങ്ങിക്കാൻ പറ്റിയില്ല, പക്ഷെ യൂട്യൂബിൽ ഫുള്ള് കേട്ട് ഞാനത്. അപ്പൊ ഈ ഭൂമിയിൽ മാത്രമാണോ ഈ ജന്മങ്ങൾ എടുക്കുന്നത്, അതോ വേറെ എവിടെങ്കിലും ജന്മങ്ങൾ എടുക്കുവോ? അത് എനിക്കൊരു അത് വേറൊരു ക്ലാസ്സിൽ പറയാം. സംശയം. അത് വേറൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ മാം, ഓക്കെ. പിന്നെ അത് അതിൽ പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ ആക്സസിൽ പറയുന്ന എപ്പോഴും അതെ പൊട്ടിച്ചിരിക്കുക, അതെ അതെ നേച്ചറിനെ സ്നേഹിക്കുക, ആ ലാസ്റ്റ് ആ അവസാനം അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. മാം എപ്പോഴും പറയുന്ന പോയിന്റ്സ് ആണ് ആ ഗുരു അന്നേരം പറയുന്നത്, നമുക്ക് ഇതായിട്ടിരിക്കാനായിട്ട്, അതെ ഒരു അതെ ഇതിലേക്ക് എത്താനായിട്ട് അതെ പറയുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷായിട്ടിരിക്കും. എപ്പോഴും സന്തോഷായിട്ടിരിക്കും. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളത്? നമ്മള് ചിരിക്കും തോറും നമ്മൾ ഈ ഭൂമിയെ സഹായിക്കുകയാണ്, ഭൂമിയിലെ മനുഷ്യരെയും സഹായിക്കുകയാണ്. കരഞ്ഞും വിലപിച്ചും അഹങ്കാരം പിടിച്ചും പിന്നെ കുശുമ്പും കുന്നായയും കൊണ്ട് നമ്മൾ ആരെയാ നന്നാക്കിയത്? ഓക്കെ, ചിലർക്ക് എന്നെ ഫോൺ വിളിക്കാറുണ്ട്. എനിക്ക് ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെ എനർജി ഫീൽ ചെയ്യും. ഞാൻ വിളിക്കുമ്പോൾ പറയും, ഞാൻ വളരെ സാധന ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ്. കേൾക്കുമ്പോൾ തന്നെ അവരുടെ നിരാശബോധവും പ്രയാസവും ഫുള്ള് എനർജി ആയിട്ട് ഇങ്ങനെ വരും, ഫീൽ ചെയ്യും. സോ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ലൈക്ക് ബീങ് സീരിയസ്. ഭയങ്കര സീരിയസ് ആയിട്ട് ആരെയും കണ്ടാച്ചിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ശിശുവിനെ പോലെ ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാമാണ്, നല്ലതും എല്ലാമാണ് ബ്രഹ്മം. ഓക്കെ, സോ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്താണ് നമ്മളെ മീൻസ് ഈശ്വരന് തുല്യമായിട്ട്. ഓക്കെ, റൈറ്റ്. മൈ ഡിയർ ഓൾ, താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു ദിവസം കാണാം. ബൈ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Ma'am, thank you.